അത്യധികം അശാന്തമായൊരു സാഹചര്യത്തിലൂടെ പശ്ചിമേഷ്യ കടന്നു പോവുകയാണെന്ന് നിസ്സംശയം പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും ഇറാന്റെ പ്രത്യാക്രമണം അത് ഇസ്രയേലിന് നേരെ മാത്രം അല്ല, മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ, അതായത് GCC രാജ്യങ്ങൾ, അത് ഖത്തർ, ബഹ്റിൻ, കുവൈറ്റ്, UAE അടക്കമുള്ള രാജ്യങ്ങളിലെ അമേരിക്കൻ എയർബേസുകൾക്ക് നേരെയുള്ള ആക്രമണം കൂടി ഇറാൻ IRGC നടത്തുന്നതോടെ ഈ മേഖലയാകെ വല്ലാത്ത ഒരു അശാന്തമായ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4 എന്ന് പേരിട്ട് കഴിഞ്ഞു ഇതിനകം തങ്ങളുടെ മിഷന് ഇറാൻ. ഏത് നിലയ്ക്കും ഈ ആക്രമണവുമായി മുന്നോട്ട് പോകുമെന്നും എതിരാളികളെ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സേനയെ തകർക്കും, അവരെ തോൽപ്പിക്കും വരെ യുദ്ധം തുടരുമെന്ന് IRGC പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുപോലെ ഇറാന്റെ നാഷണൽ സുപ്രീം സെക്യൂരിറ്റി കൗൺസിലും അതിശക്തമായി യുദ്ധമുഖത്ത് നിലയുറപ്പിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. അവരുടെ നേതാക്കൾ, പ്രധാനപ്പെട്ട നേതാക്കൾ, പാർലമെന്റ് സ്പീക്കർ, അതുപോലെ അവരുടെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, അലി ലാരിജാനി, അവരുടെ സെക്യൂരിറ്റി ചീഫ് അടക്കമുള്ളവരൊക്കെയും സുരക്ഷിതരാണ് എന്ന് ഇറാൻ ഇതിനകം പ്രഖ്യാപിക്കുന്നു. അതേസമയം ഏറ്റവും ഒടുവിൽ ഇറാനിൽ നിന്ന് വരുന്ന മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുന്ന ഫാസ്റ്റ് ന്യൂസ് ഏജൻസി, അതുപോലെ IRNA അടക്കമുള്ള ന്യൂസ് ഏജൻസികൾ സ്ഥിരീകരിക്കുന്ന ഔദ്യോഗികമായ വാർത്ത, ഇറാനിലെ തെക്കൻ ഇറാനിലെ ഒരു പ്രൈമറി സ്കൂൾ, അത് മിനാബ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള പ്രൈമറി സ്കൂളിലേക്ക് നടന്ന ആക്രമണത്തിൽ 40 പെൺകുട്ടികൾ, അത് ഒരു ഗേൾസ് സ്കൂളാണ്, അവിടേക്ക് നടന്ന ആക്രമണത്തിൽ 40 പെൺകുട്ടികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വേദനാജനകമായ വാർത്ത. ആദ്യഘട്ടത്തിൽ അത് 24 പേരായിരുന്നു കൊല്ലപ്പെട്ടതെന്നുള്ള വാർത്തകളായിരുന്നുവെങ്കിൽ ഇപ്പോൾ 40 പേർ കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കുന്നു. അത് ഒരുപക്ഷെ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് എന്ന നിലയിലുള്ള വാർത്തകളാണ് ഇതിനകം വരുന്നത്. അതേസമയം രണ്ടാമത്തെ വേവ്, റീറ്റാലിയേറ്ററി ഓപ്പറേഷന്റെ രണ്ടാമത്തെ വേവും തങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞു. ഇക്കുറി ഒരു കൂട്ടം ഡ്രോണുകളാണ് ഇസ്രയേലിലേക്ക്, പ്രത്യേകിച്ചും ടെൽ അവീവ് അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് വിന്യസിച്ചത് എന്ന് IRGC ഔദ്യോഗികമായി വിശദീകരിക്കുകയാണ്. ഇന്ന് രാവിലെയാണ് ഈ ആക്രമണങ്ങൾ, പ്രത്യേകിച്ചും ആദ്യത്തെ ആക്രമണം ഇന്ന് രാവിലെയാണ് ടെഹ്റാനും ടെഹ്റാന് സമീപമുള്ള ഏതാണ്ട് 5 സിറ്റികളിലേക്കാണ്, 5 നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇസ്രയേൽ ഏകപക്ഷീയമായി ആക്രമണം നടത്തുന്നത്. അപ്പോൾ അതിന്റെ 2 മണിക്കൂർ പിന്നീട് മുമ്പ് തന്നെ അതിന്റെ തിരിച്ചടി IRGCയുടെ ഭാഗത്ത് നിന്ന് ഇസ്രയേലിലേക്കുണ്ടായി. ആദ്യ ഘട്ടത്തിൽ അവർ ഒരു കൂട്ടം മിസൈലുകളും ഡ്രോണുകളുമാണ് ഇസ്രയേലിലേക്ക് വർഷിച്ചത്. തുടർന്നാണ് പ്രധാനപ്പെട്ട ഈ മേഖലയിലെ GCC രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലേക്ക്, അതിൽ പ്രധാനപ്പെട്ട സൈനിക ക്യാമ്പുകളിലേക്ക്, അമേരിക്കൻ സൈനിക ക്യാമ്പുകളിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയത്. അതിൽ തന്നെ ഖത്തറിലെ അൽ ഉദൈദ് എയർബേസിലേക്ക്, കുവൈറ്റിലെ അൽ സലേം എയർബേസിലേക്ക്, UAEയിലെ അൽ ദഫ്ര എയർബേസിലേക്ക്, അതുപോലെ ബഹ്റിനിലുള്ള അവരുടെ 5th ഫ്ലീറ്റ്, US സൈന്യത്തിന്റെ 5th US ബേസിലേക്ക് ആക്രമണം. അതുപോലെ റിയാദിലും സ്ഫോടന ശബ്ദം കേട്ടു എന്ന നിലയിലുള്ള വാർത്തകൾ ചില വാർത്താ ഏജൻസികളെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ നിലയ്ക്ക് പശ്ചിമേഷ്യയിലെ വിവിധ രാജ്യങ്ങളിലെ അമേരിക്കൻ ക്യാമ്പുകൾക്ക് നേരെ, അമേരിക്കൻ ബേസുകൾക്ക് നേരെ ആക്രമണം നടത്തിക്കൊണ്ടാണ് ആദ്യഘട്ടത്തിൽ, ആദ്യ മിനിറ്റുകളിൽ, ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഇറാൻ തിരിച്ചടിക്കുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രതികരണം, അമേരിക്കയും ഇറാനും തമ്മിലുള്ള മധ്യസ്ഥ ശ്രമങ്ങൾക്ക് മധ്യസ്ഥത വഹിച്ചിരുന്ന ഒമാന്റെ വിദേശകാര്യമന്ത്രി ബദർ അൽ ബുസൈദി പറയുന്ന കാര്യം, അമേരിക്കയ്ക്ക് യാതൊരു ആവശ്യവുമില്ലാത്തൊരു യുദ്ധമാണ്, പ്രത്യേകിച്ചും ചർച്ചകൾ തുടരുകയാണ്. ജനീവയിൽ കഴിഞ്ഞ ദിവസമാണ്, വ്യാഴാഴ്ചയാണ് ഈ ചർച്ചകൾ നടന്നിരുന്നു. തുടർന്ന് ഇനി വിയന്നയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ടവരുടെ ചർച്ചകൾ നടക്കാനിരിക്കുന്നു അടുത്ത ആഴ്ച. അതിനിടയിൽ അമേരിക്ക ഒരു തരത്തിലും ഇങ്ങനൊരു ആക്രമണത്തിലേക്ക് പോകാൻ പാടില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്, അതായത് ഐ urge the United States not to get sucked in further. This is not your war. അതായത് ഇസ്രയേലിന് വേണ്ടി അമേരിക്ക ഇങ്ങനെയൊരു ആക്രമണ മുഖത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ളൊരു സൂചനയാണ് വ്യക്തമായും ഒമാന്റെ വിദേശകാര്യമന്ത്രി ഈ നിലയ്ക്ക് നടത്തുന്നത്. അങ്ങനെയുള്ള വിവിധ പ്രതികരണങ്ങൾ, ഇപ്പോൾ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ, പ്രത്യേകിച്ചും അത് ഏകപക്ഷീയമായ ആക്രമണമാണ് എന്ന നിലയിലുള്ള, ഇറാന് നേരെ അമേരിക്കയും ഇസ്രയേലും ഏകപക്ഷീയമായി നടത്തുന്ന ആക്രമണമാണ് എന്ന നിലയിലുള്ള പ്രതികരണങ്ങൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നു. അതേസമയം ഇപ്പോൾ ഇറാനെതിരായ ഈ ആക്രമണത്തിന് ലയൺ റോർ എന്നാണ് ഇസ്രയേൽ പേരിട്ടിരിക്കുന്നത്. അതേസമയം എപ്പിക് ഫ്യൂറി എന്ന മിഷനാണ് അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നത്. 8 മാസം മുൻപ് നമുക്ക് ഓർമ്മയുണ്ട്, 2025 ജൂൺ മാസത്തിലെ 12 ദിവസത്തെ യുദ്ധം. ആ യുദ്ധത്തിന് അന്ന് ഏറ്റവും ഒടുവിൽ അമേരിക്ക ഇടപെട്ടുകൊണ്ട് അമേരിക്ക നടത്തിയത് ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ ആയിരുന്നു. അപ്പോൾ അതിന്റെ തുടർച്ചയായിട്ട് എപ്പിക് ഫ്യൂറിയുമായി അമേരിക്ക വരുമ്പോൾ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇത് റെജീം ചേഞ്ചിന് വേണ്ടിയുള്ള, ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള യുദ്ധമാണ്, അത് ഇറാനിലെ ജനങ്ങൾ കൂടി ഏറ്റെടുക്കണമെന്നാണ്. ഇറാനിലെ ജനങ്ങൾ കൂടി ഏറ്റെടുത്തുകൊണ്ട് ഇത് നിങ്ങൾക്കുള്ള സുവർണാവസരമാണ്, തലമുറകൾക്കുള്ള സുവർണാവസരമാണെന്നൊക്കെ
അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുമ്പോൾ നെതന്യാഹുവും പറയുന്നു, ഞങ്ങൾ ഈ യുദ്ധത്തിൽ ഈ ഭരണകൂടത്തെ കീഴ്പ്പെടുത്താനുള്ള യുദ്ധമാണ്, അത് ഞങ്ങളുടെ എക്സിസ്റ്റൻസിനെ ബാധിക്കുന്ന നിലയിലുള്ള കാര്യങ്ങളുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ യുദ്ധമുഖം അത് ഇരു സൈന്യവും, അതായത് ഇറാന്റെ സൈന്യവും അതിശക്തമായി തന്നെ ഈ ആക്രമണങ്ങൾക്ക് തിരിച്ചടി നൽകിക്കൊണ്ട് നിൽക്കുന്നു. അതേസമയം തന്നെ മറ്റ് രാജ്യങ്ങളുടെ വ്യോമാതിർത്തി ലംഘിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ, ഖത്തറിൽ നിരവധി തവണയാണ് ദോഹയിലേക്ക് ആക്രമണം ഉണ്ടായത്, പ്രത്യേകിച്ചും അൽ ഉദൈദ് കേന്ദ്രീകരിച്ചുകൊണ്ട് ആണ് ആക്രമണം ഉണ്ടായത് എന്ന് ഖത്തറിൽ നിന്നുള്ള മാധ്യമങ്ങൾ വിശദീകരിക്കുന്നു. അതേസമയം ഖത്തർ അതിനെ ശക്തമായി അപലപിക്കുന്നുണ്ട്, UAE ശക്തമായി അപലപിക്കുന്നുണ്ട്, ബഹ്റിൻ അപലപിക്കുന്നുണ്ട്. അപ്പോൾ ഒരു റീജിയണൽ വോറിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്ന നിലയിലൊക്കെ ഉള്ള സംശയങ്ങൾ വരുന്നു. നേരത്തെയും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനി പറഞ്ഞിരുന്നു, ഇവിടെ 45,000 50,000 അമേരിക്കൻ സൈനികരുണ്ടെങ്കിൽ അത്രയും അത് ഓരോന്നും എണ്ണി ഞങ്ങളുടെ ടാർഗറ്റാണ് എന്ന്. 50,000 സൈനികരുണ്ടെങ്കിൽ അത് 50,000 ടാർഗറ്റായിട്ട് ഞങ്ങൾ പരിഗണിക്കുകയാണ്. അതുപോലെ അമേരിക്കയുടെ ട്രംപിൻ്റെയൊക്കെ ബിസിനസ് സ്ഥാപനങ്ങൾ ഓരോന്നും ഞങ്ങളുടെ ടാർഗറ്റുകളാണ്. ആ നിലയ്ക്കൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ നേരത്തെ തന്നെ കൃത്യമായിട്ടും ഇറാൻ നടത്തിയിരുന്നു. അവർ കീഴടങ്ങില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു. അവർ ഈ ചർച്ചകളുമായി ബന്ധപ്പെട്ടും ആണവ ചർച്ചകളുമായി ബന്ധപ്പെട്ടും ഓരോ ഘട്ടത്തിലും പറഞ്ഞിരുന്നത് ഒരു തരത്തിലും തങ്ങൾ കീഴടങ്ങാൻ തയ്യാറല്ല. കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ സീറോ എൻറിച്ച്മെന്റ് എന്ന് പറയുന്ന ഒരു ആവശ്യം അവർ അംഗീകരിക്കില്ല. അതുപോലെ അവരുടെ കയ്യിൽ നിലവിലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം മറ്റെങ്ങോട്ടെങ്കിലും മാറ്റണം എന്നുള്ള ആവശ്യം അവർ അംഗീകരിക്കില്ല. അങ്ങനെ അമേരിക്ക ഒരു രാജ്യം എന്ന നിലയിൽ ഇറാന്റെ പരമാധികാരത്തിലും സ്വാതന്ത്ര്യത്തിലും ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു നിർദ്ദേശങ്ങളും തങ്ങൾ പാലിക്കില്ല എന്ന് കൃത്യമായും പറഞ്ഞുകൊണ്ടാണ് ഈ ചർച്ചകളുമായി ബന്ധപ്പെട്ട് ഇറാൻ മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസത്തെ ചർച്ചകളുമായി ബന്ധപ്പെട്ട് അതിന് പിന്നീട് ട്രംപ് ഒട്ടും സന്തോഷവാനായിരുന്നില്ല എന്ന നിലയിലുള്ള വാർത്തകൾ പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ട്രംപ് ഇന്ന് കുറച്ച് സമയം കഴിയുമ്പോൾ വീണ്ടും ട്രംപ് അദ്ദേഹത്തിന്റെ ചില പ്രഖ്യാപനങ്ങളുമായി വരും. അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് പോയി? പ്രത്യേകിച്ചും അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തൊക്കെ പറഞ്ഞിരുന്നത് ഇത്തരത്തിലുള്ള സ്റ്റുപ്പിഡ് ഫോറിൻ വോറുകളെ കുറിച്ചാണ്, അത്തരത്തിലുള്ള വിഡ്ഢിത്തങ്ങളെ കുറിച്ചാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കൻ സൈനികർക്ക് ഏതെങ്കിലും തരത്തിൽ ആളപായം ഉണ്ടാകുന്ന, ജീവഹാനി ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോൾ ട്രംപിന് അവിടുത്തെ ജനങ്ങളോട് സ്വാഭാവികമായും മറുപടി പറയേണ്ട ഒരു സാഹചര്യം വരും. ഏറ്റവും പ്രധാനമായിട്ട് ഈ ഇറാഖിലേക്ക് നടന്ന യുദ്ധത്തിന് ശേഷം ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഒരു മിലിറ്ററി ബിൽഡപ്പ് അമേരിക്ക ഈ മേഖലയിൽ ഇതിനകം നടത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അത് ഈ അറബിക്കടൽ, പേർഷ്യൻ ഗൾഫ് സമുദ്രങ്ങൾ കേന്ദ്രീകരിച്ച് മെഡിറ്ററേനിയനിൽ ഇപ്പോൾ അവരുടെ ഏറ്റവും വലിയ ഒരു പടക്കപ്പൽ വന്ന് കിടക്കുന്നു. അങ്ങനെയൊക്കെ അമേരിക്ക അതിശക്തമായി സമുദ്രങ്ങളിൽ നിന്ന് ഇറാനെ ആക്രമിക്കും എന്നുള്ള കാര്യത്തിൽ അത് വരുന്ന മണിക്കൂറുകൾ സ്വാഭാവികമായിട്ടും കടുത്ത ആക്രമണം ഉണ്ടാകുമെന്ന് തന്നെ ട്രംപ് പറയുന്നു. അതേസമയം തങ്ങളുടെ ഭൂമിയോ ആകാശമോ ഉപയോഗിച്ചുകൊണ്ട് ഇറാനെ ഒരു കാരണവശാലും ആക്രമിക്കാൻ സമ്മതിക്കില്ല, തങ്ങളുടെ ഭൂമിയും ആകാശവും വിട്ടു നൽകില്ല എന്ന് കൃത്യമായിട്ടും സൗദി അറേബ്യയും UAE അടക്കമുള്ള രാജ്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. ഏതായാലും ആദ്യ റൗണ്ടിൽ ഇറാനിലേക്ക് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ അത് ടെഹ്റാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന 5 നഗരങ്ങളിൽ അതിശക്തമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എന്നുള്ള വാർത്ത. മരണസംഖ്യ 40 കവിയുന്നു. പ്രത്യേകിച്ചും ഈ സ്കൂളുകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് നേരത്തെ അത് ഈ 12 ഡേ വാറുമായി ബന്ധപ്പെട്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ GCC രാജ്യങ്ങളിലെ ക്യാമ്പുകളിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയെന്നതിനോടൊപ്പം പലസ്തീനിലെ ഇസ്രയേൽ സേന തമ്പടിച്ചിരിക്കുന്ന കേന്ദ്രത്തിന് നേരെയും ആക്രമണം നടത്തിയെന്നുള്ള വാർത്തകളൊക്കെ വരുന്ന സമയമാണ്. അപ്പോൾ തികച്ചും അശാന്തമാണ് പശ്ചിമേഷ്യ എന്ന് പറയാവുന്ന സാഹചര്യം. വരുന്ന മിനിറ്റുകളിൽ ഇനി ഏതൊക്കെ നിലയിലാണ് ആക്രമണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുക എന്ന് പ്രവചിക്കാൻ കഴിയാത്ത സാഹചര്യം. ഏതായാലും ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4 അത് അതിൻ്റെ ദൗത്യം നിറവേറ്റും, അതിൻ്റെ ലക്ഷ്യം നിറവേറ്റുമെന്ന് തന്നെ ഇറാൻ പറയുന്നു. പ്രത്യേകിച്ചും വിശുദ്ധമായൊരു മാസത്തിലാണ് ഇങ്ങനെ ഒരു സംഘർഷഭരിതമായ സാഹചര്യത്തിലൂടെ പശ്ചിമേഷ്യ കടന്നു പോകുന്നത് എന്നത് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യമാണ്. വിശുദ്ധ മാസത്തിൽ ഇറാൻ അങ്ങനെ ഒരു വിശുദ്ധ യുദ്ധത്തിനോടൊരു അവസരമായി കൂടി ഈ സാഹചര്യത്തെ യുദ്ധമുഖത്തെ കാണുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇറാന്റെ സുപ്രീം സെക്യൂരിറ്റി കൗൺസിലും IRGCയും ഒക്കെ നടത്തുന്ന അതിശക്തമായ അഭിപ്രായ പ്രകടനങ്ങളിൽ അവരുടെ നേതാക്കളെല്ലാം സുരക്ഷിതരാണ് എന്നവർ പറയുന്നുണ്ട്. എന്നാൽ ഈ യുദ്ധം അതിൻ്റെ അന്ത്യം കാണുന്നതുവരെ, ശത്രുക്കളെ പരാജയപ്പെടുത്തും വരെ തങ്ങൾ ഈ യുദ്ധമുഖത്ത് തുടരും എന്നും പറയുന്നു. അതേസമയം ഖാംനെയുടെ പാലസ് പൊളിച്ചു എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം വരുന്ന മിനിറ്റുകളിൽ ചിലപ്പോൾ
പൂർണ്ണമായും ബങ്കറിലേക്ക് മാറുന്ന ഒരു രാജ്യമായി മാറാനുള്ള സാധ്യതയുണ്ട്. ഇസ്രയേലിൽ സ്കൂളുകളെല്ലാം അടച്ചു, അവിടുത്തെ അത്തരത്തിലുള്ള ഈ പബ്ലിക് ഗാദറിംഗ് മുഴുവൻ നിരോധിച്ചു. ഇറാനിലും അതുപോലെ തന്നെ സ്കൂളുകൾ അതുപോലെ യൂണിവേഴ്സിറ്റികളൊക്കെയും അടച്ചു. ബാങ്കിംഗ് സർവീസുകൾ തുടരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ മേഖലയിലുള്ള നിരവധി 15 വിമാന കമ്പനികളെങ്കിലും ഈ മേഖലയിലേക്ക്, മിഡിൽ ഈസ്റ്റിലേക്കുള്ള അവരുടെ സർവീസുകൾ നിർത്തിവെച്ചു. എയർ ഇന്ത്യ അടക്കമുള്ള അത്തരത്തിലുള്ള എയർലൈൻസുകൾ സർവീസുകൾ നിർത്തി. ദുബായ് എയർപോർട്ടിന്റെ പ്രവർത്തനം ഭാഗികമായല്ല പൂർണ്ണമായിട്ടും അവർ നിർത്തിവെച്ചു എന്നാണ്. അടുത്തൊരു ഫർദർ നോട്ടീസ് ഉണ്ടാകുന്നതുവരെ ദുബായ് എയർപോർട്ടിൽ ഈ ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് ഒന്നും ഉണ്ടാകില്ല എന്ന് ദുബായ് അറിയിക്കുന്നു. വിവിധ രാജ്യങ്ങൾ അവരുടെ വ്യോമാതിർത്തികൾ അടയ്ക്കുന്നു. അങ്ങനെ ഈ മേഖലയിലേക്കുള്ള വ്യോമ ഗതാഗതവും തടസ്സപ്പെടുന്നു. അങ്ങനെ വല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെ പശ്ചിമേഷ്യ കടന്നു പോകുമ്പോൾ വരാനിരിക്കുന്ന കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് അടുത്ത മിനിറ്റുകളിൽ, അടുത്ത മണിക്കൂറുകളിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കൊപ്പം പശ്ചിമേഷ്യയിലെ അപ്ഡേറ്റുകളുമായി വീണ്ടും ചേരാം.